എല്ലാവർക്കും ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു കുഞ്ഞ് എക്സ്പെരിമെന്റ് ആണ് ചെയ്യുന്നത്. മെയിനായിട്ട് കുഞ്ഞു കുട്ടികൾക്ക്, അതായത് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എപ്പിസോഡാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. അതായത് മലയാളത്തിൽ അതിനെ വൈദ്യുത ലേപനം എന്ന് പറയും. പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ സ്വർണ്ണാഭരണങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പരസ്യം കണ്ടിട്ടുണ്ടാവും. അവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്ന ടെക്നോളജിയാണ്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വൈദ്യുതിയുടെ സഹായത്തോടു കൂടി ഒരു ലോഹത്തിന്റെ മുകളിൽ മറ്റൊരു ലോഹത്തിന്റെ ആവരണം കൊണ്ടുവരുന്നതിനെയാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് അഥവാ വൈദ്യുത ലേപനം എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ സ്വർണ്ണമൊന്നുമല്ല ചെയ്യുന്നത്, സ്വർണ്ണത്തിന് വരെ ചെമ്പാണ് എടുക്കുന്നത്. സ്വർണ്ണത്തിനൊക്കെ നല്ല പൈസ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ സ്വർണ്ണം എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ചെമ്പ് വെച്ചിട്ട് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്ന ടെക്നോളജി വഴി വേറൊരു ലോഹത്തിന്റെ മുകളിൽ ചെമ്പിന്റെ ഒരു കോട്ടിംഗ് ഉണ്ടാക്കി എടുക്കാൻ പോവാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വിടാം. അപ്പോൾ നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലാ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഒരു ബീക്കറാണ്. ആ ബീക്കറിലേക്ക് നമ്മളൊരു 3/4 ഭാഗം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട കെമിക്കൽ എന്ന് പറയുമ്പോൾ കോപ്പർ സൾഫേറ്റ് ആണ്. ഇതിനെ തുരിശെന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയാം. നമ്മുടെ വളക്കടയിലും അതുപോലെ ആയുർവേദ കടയിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അധികം പൈസ ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു കോപ്പർ സൾഫേറ്റിൻ്റെ ആ ഒരു ക്രിസ്റ്റലുകൾ നമ്മളൊന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ വില എന്ന് പറയുമ്പോൾ അത്ര വില ഒന്നും വരുന്നില്ല. 100 ഗ്രാമിന് 20 രൂപയായിട്ടേ വില വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പൊടിച്ചൊന്ന് ചെറുതാക്കിയിട്ടുണ്ട്. ഇത് എന്തിനാ പൊടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സർഫസ് ഏരിയ കൂടുമ്പോൾ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിതൊന്ന് ജസ്റ്റ് ഇളക്കി നല്ലോണം അലിയിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ കോപ്പർ സൾഫേറ്റിൻ്റെ കളർ എന്ന് പറയുമ്പോൾ നല്ല കട്ട നീല കളറാണ്. നല്ല ക്രിസ്റ്റലുകളായിട്ടാണ് അത് ഇരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കി അതിന് മാറ്റി വയ്ക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് കോപ്പറിൻ്റെ ഒരു പീസാണ്. അപ്പോൾ നമ്മളിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു വയർ മുറിച്ചിട്ട് അതിനുള്ള കോപ്പറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മെറ്റൽ, അതായത് നമ്മൾ ഏത് മെറ്റലും വേണോ നമുക്ക് കോപ്പർ പൂശേണ്ടത്, ആ ഒരു മെറ്റലാണിത്. ഈ ഒരു കോപ്പറാണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് പൂശാനായിട്ട് പോകുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 2 ആലിഗേറ്റർ ക്ലിപ്പ് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വയറാണ്. ഇപ്പോൾ ആലിഗേറ്റർ ക്ലിപ്പ് വേണം നിർബന്ധമില്ല, നമ്മുടെ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അടുത്ത വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് ആലിഗേറ്റർ ക്ലിപ്പ് ഉണ്ട്, ഒരു സൈഡ് നമ്മൾ ജസ്റ്റ് വയറായിട്ട് വിട്ടേക്കാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 9 വോൾട്ട് ബാറ്ററിയാണ്. ഈ ഒരു 9 വോൾട്ട് ബാറ്ററി നമ്മൾ ഈ ഒരു രാസപ്രവർത്തനം നടക്കാൻ വേണ്ടിയിട്ടുള്ള സപ്ലൈ, അതായത് എനർജി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 9 വോൾട്ട് ബാറ്ററി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ കണക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ 2 സൈഡ് ആലിഗേറ്റർ ക്ലിപ്പുള്ള ക്ലിപ്പ് എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ആ ഒരു മെറ്റൽ പീസ്, അതായത് നമുക്ക് ഏത് ലോഹമാണോ വേണ്ടത് ആ ഒരു മെറ്റൽ പീസ് നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെച്ചു. ഈ ഒരു സൈഡ് ഫ്രീ ആണ്, ഇത് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ ഈ കോപ്പറിൻ്റെ ആ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ ആ ഒരു സൈഡ് ആലിഗേറ്റർ ക്ലിപ്പുള്ള ആ ഒരു വയറിൽ നമ്മൾ ഇത് കണക്ട് ചെയ്ത് കൊടുക്കുക, കോപ്പർ. അത് ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് വയർ ചുറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കോപ്പർ വരുന്ന ആ ഒരു സെക്ഷൻ നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ആലിഗേറ്റർ ക്ലിപ്പ് നമ്മൾ എടുത്തത് ഈ ക്ലിപ്പിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ വയറ് ചുറ്റി വയ്ക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഏത് ലോഹത്തുമ്മയാണോ പൂശേണ്ടത് ആ ലോഹത്തിൻ്റെ ബന്ധിപ്പിച്ചിരിക്കുന്ന ആലിഗേറ്റർ ക്ലിപ്പ് നമ്മൾ നെഗറ്റീവിലേക്ക് കണ്ട. ഇതുപോലെയാണ് നമ്മുടെ കണക്ഷൻസ് വരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ആനോഡിലുള്ള കോപ്പറിൻ്റെ പീസ് നമ്മൾ ജസ്റ്റ് എടുത്ത് ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് പൂശപ്പെടേണ്ട ഒരു ലോഹം അത് നമ്മൾ എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇറക്കി വെക്കുമ്പോൾ ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവും, അതിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് ഇറക്കി വെച്ചു. ഇപ്പോൾ നമ്മളൊരു 3/4 ഭാഗം ഇറക്കി വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ടൈം നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10 വരെ കൗണ്ട് ചെയ്യാൻ പോവാണ്. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ നമ്മൾ 10 വരെ കൗണ്ട് ചെയ്തു. പിന്നെ ഞാൻ ഈ പറഞ്ഞ ടൈമും പോയിട്ടുണ്ട്. ഇനി നമ്മളിത് പൊക്കുമ്പോൾ കണ്ട അടിപൊളിയായില്ലേ, നമ്മുടെ ആ ഒരു കെമിക്കൽ റിയാക്ഷനൊക്കെ നടന്ന് നമ്മുടെ ഈ ഒരു മെറ്റൽ പീസിൻ്റെ മുകളിൽ കോപ്പറിൻ്റെ പ്ലേറ്റിംഗ് വന്നു. അപ്പോൾ ഇതാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയുടെ ഏറ്റവും ബേസ് രൂപം നമുക്ക് പറയുന്നത്. പക്ഷേ നമ്മുടെ ബാക്കി സ്ഥലങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അതായത് ഒരു ഇൻഡസ്ട്രി പർപ്പസ് ഒക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ഇതിലും വളരെ ടെക്നിക്കലായിട്ടും അതുപോലെ ഭയങ്കര എന്താ പറയുക നല്ല ആക്യുറേറ്റ് കിട്ടാനായിട്ട് അവർ പല മെത്തേഡുകൾ ബാക്കി യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഏറ്റവും ബേസ് ഫോം വരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ബാക്കിലത്തെ ശാസ്ത്രം എന്താണെന്ന് കുറേ പേർക്ക് അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടാവും. ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇന്ന് 2 ലോഹങ്ങളാണ് എടുത്തത്. അതായത് പോസിറ്റീവ് ടെർമിനലിൽ നമ്മൾ കണക്ട് ചെയ്തത് ചെമ്പിൻ്റെ പീസ്, ആനോഡായിട്ട് ചെമ്പാണ് നമ്മൾ ഉപയോഗിച്ചത്. അതുപോലെ തന്നെ നെഗറ്റീവ് സൈഡിൽ, ബാറ്ററിയുടെ നെഗറ്റീവ് സൈഡിൽ നമ്മളൊരു സ്റ്റീലിൻ്റെ പീസ്, അതായത് നമ്മളൊരു ബ്ലേഡിൻ്റെ കഷ്ണമാണ് വെച്ചത് കാഥോഡായിട്ട്. പിന്നെ നമ്മൾ ആ ഒരു ലായനി എടുത്തത് കോപ്പർ സൾഫേറ്റ് ലായനിയായിരുന്നു. ഈ കോപ്പർ സൾഫേറ്റ് ലായനി എന്ന് പറഞ്ഞാൽ കോപ്പറിൻ്റെ തന്നെയാണ്. അതിൽ ഒരുപാട് Cu2+, അതായത് കോപ്പറിൻ്റെ അയോണുകളുണ്ട്.
നമ്മൾ ഇതിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള Cu2+ അയോണുകൾ നേരെ നെഗറ്റീവ് ടെർമിനലിലേക്ക് പോകും. അതായത് നെഗറ്റീവ് ടെർമിനലിൽ നമ്മൾ വെച്ചിരിക്കുന്നത് സ്റ്റീലിൻ്റെ ആ ഒരു പ്ലേറ്റാണ്, ഒരു ബ്ലേഡാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ആ ബ്ലേഡിൽ മുട്ടിക്കഴിയുമ്പോൾ അവിടെ വെച്ച് നിരോക്സീകരണം, അതായത് റിഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ നടക്കും. അങ്ങനെ ആ Cu2+ നേരെ അത് ആറ്റമായിട്ട് മാറും. അതായത് ആ ഒരു റിഡക്ഷൻ നടക്കുന്നതുകൊണ്ട് ആറ്റമായി മാറിക്കഴിഞ്ഞ് ആ ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ പറ്റിപ്പിടിക്കും. അതുകൊണ്ടാണ് അതിൻ്റെ മുകളിൽ ഒരു കോട്ടിങ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് ഡൗട്ട് വരും, പിന്നെ എന്തിനാണ് നമ്മൾ ആ ചെമ്പ് ചുറ്റിക്കൂട്ടി അവിടെ വെച്ച് ചെയ്യുന്നത്? അതായത് നമ്മുടെ ആ പോസിറ്റീവ് ടെർമിനലിൽ എന്തിനാണ് ചെമ്പിൻ്റെ ഒരു പീസ് വെച്ച് ചെയ്യുന്നത്? കാരണം ഇവിടെ Cu2+ അയോണുകളാണ്, അതായത് നമ്മുടെ ആ ഒരു ലായനിയിൽ നിന്നാണ് പോയത്. അപ്പോൾ എന്തിനാണ് നമ്മൾ ആ ഒരു പീസ് വെച്ചത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോകുന്ന അയോണുകളെല്ലാം റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഒരു കോപ്പർ വെച്ചത്. അതായത് ഇവിടെ നിന്ന് എടുക്കുന്നതിനനുസരിച്ച് ആ കോപ്പറിൽ നിന്ന് അയോൺസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയുടെ ബാക്കിലുള്ള സയൻസ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്ന ടെക്നോളജി എന്താണെന്ന് നമ്മുടെ മച്ചന്മാർക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. നമ്മുടെ ഈ ഒരു ടെക്നോളജി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഭരണങ്ങളുടെ തിളക്കം കൂട്ടാനും അതുപോലെ തന്നെ മെറ്റൽ കൊറോഷൻസ്, അതായത് വായുവായിട്ട് സമ്പർക്കം വന്ന് കൂടുതലായിട്ട് ലോഹനാശനം സംഭവിക്കുന്ന ലോഹങ്ങളെ സംരക്ഷിക്കാൻ, അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് നമ്മുടെ ഈ ഒരു ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്ന ടെക്നോളജി യൂസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ സ്വർണം, വെള്ളി അങ്ങനത്തെ ആഭരണങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഉപയോഗിക്കുന്ന തകിട്, അതായത് സ്വർണം പൂശാനാണെങ്കിൽ നമ്മൾ കോപ്പർ തകിട് ഉപയോഗിച്ച പോലെ സ്വർണത്തിൻ്റെ ഒരു തകിട്, അതുപോലെ തന്നെ അവിടെ ഗോൾഡ് സൈനൈഡ് ആണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ വെള്ളിയാണെങ്കിൽ സിൽവർ സൈനൈഡ്, അതുപോലെ തന്നെ തകിടായിട്ട് വെള്ളി യൂസ് ചെയ്യും. അങ്ങനെ ഓരോ മെറ്റൽസിനനുസരിച്ച് ഇത് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അതിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ലായനിയും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ മറക്കണ്ട, ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അടിപ്പോയി കമൻറ്റ് ചെയ്തോളൂ, അത് എനിക്കും തിരുത്താൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.